Hello, welcome back to Learnino. KTU BTech 2024 scheme Introduction to Electrical and Electronics Engineering. Group A and B യുടെ ഈ ഒരു സബ്ജക്റ്റിലെ മോഡ്യൂൾ 1-ൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിനും എക്സ്പെക്ട് ചെയ്യാം. പ്രോബ്ലംസ് കൂടാതെ നമ്മൾ കുറച്ച് തിയറി ക്വസ്റ്റ്യൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഓരോ ചോദ്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പൊ അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പൊ ഇതൊരു റിവിഷൻ ആയിട്ട് കൂടെ നിങ്ങൾക്ക് കിടക്കാം. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്ന് നോക്കാം. Okay, first question, find the value of current I. ഐയുടെ വാല്യൂ കാണാനാണ്. ഒരു സർക്യൂട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ മോഡ്യൂൾ 1-ലാണ് നമ്മൾ കറന്റ് ഡിവിഷൻ റൂൾ, വോൾട്ടേജ് ഡിവിഷൻ റൂൾ, KVL, KCL, ഓംസ് ലോ ഇതൊക്കെ പഠിക്കുന്നത് അല്ലെ. ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഇതുപോലെ സർക്യൂട്ട്സ് തന്നിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ചിലപ്പോൾ കറണ്ട് കണ്ടുപിടിക്കാനായിരിക്കാം, വോൾട്ടേജ് കണ്ടുപിടിക്കാനായിരിക്കാം, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിരിക്കാം. ക്വസ്റ്റ്യൻ തരുമ്പോൾ ചിലപ്പോൾ അതിൽ KVL ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്, ചിലപ്പോൾ KCL ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്, ചിലപ്പോൾ ഓംസ് ലോയുടെ ആപ്ലിക്കേഷൻ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്, കറണ്ട് ഡിവിഷൻ ആയിരിക്കാം, വോൾട്ടേജ് ഡിവിഷൻ ആയിരിക്കാം. ഇത് എന്താണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇത് യൂസ് ചെയ്യൂ അല്ലെങ്കിൽ KCL യൂസ് ചെയ്തിട്ട് അത് പ്രോബ്ലം സോൾവ് ചെയ്യൂ അല്ലെങ്കിൽ KVL യൂസ് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യൂ നമുക്ക് പറയില്ല. അപ്പൊ അത് നമ്മൾ തിങ്ക് ചെയ്ത് ആൻസർ ചെയ്യണം. അതെങ്ങനെയാ നമുക്ക് സാധിക്കുക? നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് അത് ഓക്കെ ഇവിടെ ഇതാണ് ഉപയോഗിക്കേണ്ടത് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഒരാൾക്ക് ഇത് പറഞ്ഞു തരാനോ ഒന്നും പറ്റില്ല. അപ്പൊ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ഫസ്റ്റ് മോഡ്യൂളിൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു ഐഡിയ. ഓക്കെ, സെൽഫായിട്ട് തന്നെ ചെയ്ത് നോക്കുക. ആദ്യം കുറെ സോൾവ് പ്രോബ്ലംസ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തതും അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. അതിനുശേഷം ഇതുപോലെ നിങ്ങൾക്ക് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് കിട്ടുന്നു അതെല്ലാം സോൾവ് ചെയ്യാം. അപ്പൊ ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സർക്യൂട്ട് അല്ലെ. സർക്യൂട്ടിൽ എന്താണ് അധികം കറണ്ട്സ് 4 ആംപിയർ, 3 ആംപിയർ, 6 ആംപിയർ, 2 ആംപിയർ, 5 ആംപിയർ എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ ഫ്ലോ ചെയ്യുന്ന ഈ കറണ്ട് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിനെല്ലാം ഒരു നോഡിന് ഓരോ പേര് കൊടുക്കുക. ലൈക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ ABCD എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കുക. ഇവിടെ വേണമെങ്കിൽ EF എന്ന് വേണമെങ്കിലും പേര് കൊടുക്കാം. ഈ പാർട്ട് നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ പേര് എഴുതിയിട്ടില്ലാന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ E എന്നും F എന്നും കൂടെ കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നോക്കൂ, നമുക്ക് ദേ ഇവിടുത്തെ കറണ്ട് ആണല്ലേ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇവിടെയാണ് I വരുന്നത്. ഈ കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കൂ, വേറെ ഒന്നും തന്നിട്ടില്ല. റെസിസ്റ്റൻസിന്റെ വാല്യൂ, വോൾട്ടേജോ ഒന്നും തന്നിട്ടില്ല. ആകെ കൂടെ കറണ്ടുകൾ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് KCL ആണ്. കിർച്ചോഫ്സ് കറണ്ട് ലോ ആണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുക. ഈ നോഡില്, അതായത് D എന്ന് പറയുന്ന ഈ നോഡില്, അതേപോലെ തന്നെ ഓരോ നോഡിലും C എന്ന് പറയുന്ന ഈ നോഡില്, B എന്ന് പറയുന്ന ഈ നോഡില്, A എന്ന് പറയുന്ന ഈ നോഡിലൊക്കെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യാം? KCL അപ്ലൈ ചെയ്യാം. അങ്ങനെ നമുക്ക് KCL അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചധികം ഇക്വേഷൻസ് കിട്ടും. ആ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഈ I1, I2, I3 എന്നുള്ള കറണ്ട് കിട്ടും. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ I കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് ഈ I കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കൂ, ഫസ്റ്റ് ഞാൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. അതായത് നോഡ് A. അപ്പൊ നോഡ് എയിൽ നമുക്ക് നോക്കൂ എങ്ങനെയാ നമ്മൾ KCL അപ്ലൈ ചെയ്യുന്നത്. ഈ നോഡിൽ നിന്ന് ഒരു കറണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട് അല്ലെ, ഔട്ട് ഗോയിങ്. I1 എന്നുള്ള കറണ്ടും ഔട്ട് ഗോയിങ്. 3A എന്ന് പറയുന്നത് മാത്രമാണ് ഉള്ളിലേക്കുള്ളത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? I1 + 1 ആംപിയർ = 3 ആംപിയർ. ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ച് ഇങ്ങനെ എഴുതാം. അതായത് I1 + 1 ആംപിയർ - 3A = 0. രണ്ടും ശരിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് ലോജിക് ആണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാം. അതായത് ഔട്ട് ഗോയിങ് ഉള്ളത് നമ്മൾ ഒരു സൈഡിൽ എഴുതും, ഇൻകമിംഗ് ഉള്ളത് ഒരു സൈഡിൽ എഴുതും. അപ്പോഴും അത് ഓക്കെ ആയി. അപ്പൊ I1 + 1 ആംപിയർ = 3 ആംപിയർ എന്ന് വന്നു. സോ നമുക്ക് അതിന് ഈസി ആയിട്ട് I1 കണ്ടുപിടിക്കാം. I1 = 2 ആംപിയർ അല്ലെ. 3 - 1 2. അടുത്തത് B നോഡ് നോക്കുക. B നോഡിൽ നിന്ന് ഏതൊക്കെയാണ്? ഒരെണ്ണം മാത്രമാണ് ഔട്ട് ഗോയിങ്. അതായത് 6A ആണ് മാത്രം ഔട്ട് ഗോയിങ്. I1 Bയിലേക്ക് വരികയാണ്, I2 Bയിലേക്ക് വരികയാണ്. അപ്പൊ I1 + Bയിൽ നമ്മൾ എഴുതുമ്പോൾ ഈ I1 എന്ന് പറയുക I1 + I2 = നമുക്കിവിടെ 6 ആംപിയർ എന്ന് വരിക. പക്ഷെ നമുക്ക് ഇവിടെ I1ന്റെ വാല്യൂ അറിയാം. I1ന്റെ വാല്യൂ എത്രയാണ്? 2 ആംപിയർ ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ I2 എന്ന് പറയുന്നത് 6 ആംപിയർ - 2 ആംപിയർ, ദാറ്റ് ഈസ് 4 ആംപിയർ. വളരെ സിമ്പിൾ ആണ് കണ്ടുപിടിക്കാൻ. ഓക്കെ,
ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത നമുക്ക് നോഡ് സിയിലേക്ക് വരാം. സി എന്ന് പറയുന്ന നോഡിലേക്ക് നോക്കൂ. സിയിൽ നമുക്ക് ഏതൊക്കെയാണ് ഔട്ട് ഗോയിങ്? 2 ആംപിയറും ഔട്ട് ഗോയിങ് ആണ്, I2 ഔട്ട് ഗോയിങ് ആണ്, I3 ആണ് വരുന്നത്. അപ്പൊ I3 is equal to I2 plus 2 ആംപിയർ. I2 4 ആംപിയർ ആണെന്ന് അറിയാം. സോ 4 plus 2 6. സോ I3 എന്ന് പറയുന്നത് 6 ആംപിയർ കിട്ടി. ഇനി ഡിയിലേക്ക് വരാം. ഡിയിൽ നമുക്ക് എന്താണ്? ഔട്ട് ഗോയിങ് I3 ആണ്. അപ്പോ ബാക്കി രണ്ടും ഇൻകമിങ് ആണ്. അപ്പോ ഈ I ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. I plus 5 is equal to I3. I3 6 ആംപിയർ ആണ്. അപ്പൊ അതിന് I is equal to എന്ത് കിട്ടും? 6 ആംപിയർ മൈനസ് 5 ആംപിയർ അല്ലെ? 6 ആംപിയർ മൈനസ് 5 ആംപിയർ, ദാറ്റ് ഈസ് 1 ആംപിയർ. അപ്പൊ എങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായോ? വളരെ ഈസി ആയിട്ടുള്ള കാൽക്കുലേഷൻ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ എന്ത് അപ്ലൈ ചെയ്യണം, അത് എങ്ങനെ ചെയ്തു തുടങ്ങണം എന്നൊക്കെ മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളിപ്പോ ഇത് പറഞ്ഞതിന് ശേഷം ഈ ഒരു ഫിഗർ തന്നെ വരച്ചിട്ട് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കണം. ഈ പ്രോബ്ലംസിന്റെ ഒക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പറഞ്ഞു തരുമ്പോൾ അത് വളരെ ഈസി ആണെന്ന് തോന്നും. പക്ഷെ നമ്മൾ ഇതൊന്നും കാണാതെ ബുക്കും പേപ്പറും എടുത്തിരുന്ന് ചെയ്യുമ്പോഴാണ് അയ്യോ ഇത് എവിടെ എന്ത് അപ്ലൈ ചെയ്യണം എന്ന് അറിയാതിരിക്കുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിപ്പോ കാണുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ഇതെല്ലാം മനസ്സിലായി എന്ന് തോന്നും. ഇത് കഴിഞ്ഞ് നിങ്ങൾ തന്നെ ഓരോ നോഡിലും KCL അപ്ലൈ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇൻ ദ സർക്യൂട്ട് ഷോൺ ഇൻ ദ ഫിഗർ ഫൈൻഡ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ 8 ohm റെസിസ്റ്റൻസ്. 8 ohm റെസിസ്റ്റൻസ്. അപ്പൊ ഇവിടെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഈ 8 ohm റെസിസ്റ്റൻസിലൂടെയുള്ള കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഇവിടെ രണ്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്. 5 വോൾട്ടും സപ്ലൈ തന്നിട്ടുണ്ട്. ഇവിടെ 3 വോൾട്ട് തന്നിട്ടുണ്ട്. ഇവിടെ രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്, 2 ohm 4 ohm പിന്നെ ഒരു 8 ohm ഉണ്ട്. ആദ്യം തന്നെ ഇങ്ങനത്തെ സർക്യൂട്ട് പ്രോബ്ലംസ് ഒക്കെ തരുമ്പോൾ നമുക്ക് എന്തൊക്കെ അതിൽ തന്നിട്ടുണ്ട്, വോൾട്ടേജ് എത്രയുണ്ട്, റെസിസ്റ്റൻസ് എത്രയുണ്ട് എന്നൊക്കെ നോക്കി ആദ്യം ആ സർക്യൂട്ടിനെ നമ്മൾ നമ്മളുടെ മൈൻഡിലേക്ക് കയറ്റുക. എന്നിട്ട് വേണം പ്രോബ്ലം ചെയ്യാനായിട്ട് തുടങ്ങേണ്ടത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഈ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കണം. ഈ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടുത്തെ വോൾട്ടേജ് നമുക്ക് അറിഞ്ഞിരിക്കണം, അല്ലാതെ ഇവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ 8 ohm റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജിന് നമുക്ക് തൽക്കാലം എന്തെന്ന് വിളിക്കാം? V എന്ന് എടുക്കാം. അപ്പൊ ഈ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? I is equal to V by R. സിമ്പിൾ അല്ലേ? I is equal to V by R, that is V by 8. ഇനി ഈ V എന്താണെന്ന് അറിയണ്ടേ? ഈ 8 ohm റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ്, അതായത് ആ V എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ ഐയും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കൂ, ഈ V എന്ന് പറയുന്നത്, ഈ 8 ohm റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള V എന്ന് പറയുന്നത് ഈ ഒരു എന്താണ്? നോഡാണ് അല്ലെ? ഈ ഒരു നോഡാണ്. അപ്പൊ V എന്ന് പറയുന്നത് നോഡ്. ഇനി നമ്മൾ ഇവിടെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? KCL അപ്ലൈ ചെയ്യാം. എന്തുകൊണ്ട് KCL അപ്ലൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമുക്ക് ഒരു വോൾട്ടേജ് ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട് അല്ലെ? അപ്പൊ അവിടുത്തെ കറണ്ടിന്റെ എക്സ്പ്രഷൻ നമുക്ക് എഴുതാം. ഇവിടെയും അതുപോലെ തന്നെ രണ്ട് വോൾട്ടേജും അതിന്റെ അക്രോസുള്ള റെസിസ്റ്റൻസ് ഉണ്ട്, അവിടത്തെയും നമുക്ക് കറണ്ടിന്റെ എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ പ്ലസ്, താഴെ മൈനസും പ്ലസും ആയതുകൊണ്ട് ഇവിടെ കറണ്ട് എങ്ങോട്ടായിരിക്കും? ഈ ഡയറക്ഷനിലായിരിക്കും. അതേപോലെ ഇവിടെ പ്ലസ് മൈനസ് ആയതുകൊണ്ട് ഇവിടെ കറണ്ട് എങ്ങനെയായിരിക്കും? എപ്പോഴും പോസിറ്റീവ് ടു നെഗറ്റീവ് മാത്രമേ കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഈ ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ വരിക, ഇവിടെ ഈ ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ വരിക. ആ ഒരു കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കാം. ഇനി ഇവിടെ KCL അപ്ലൈ ചെയ്യുന്നത് ഇത് ഈസി ആയിട്ട് എഴുതാട്ടോ, ഒരുപാട് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇവിടെ ഇത് V ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇവിടത്തെ കറണ്ട് എഴുതാൻ V മൈനസ് 5 വോൾട്ട് ബൈ 2. I is equal to എന്താ? V by R ആണ്. അപ്പോ V മൈനസ് 5 by 2. അടുത്തത് ഇവിടെ നോക്കൂ, ഇവിടെ വിയും ഇവിടെ V മൈനസ് 3 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഇവിടെ മൈനസ് പ്ലസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ എന്ത് എഴുതണം? V മൈനസ് ഓഫ് മൈനസ് 3 എന്ന് വരും, ദാറ്റ് ഈസ് V പ്ലസ് 3 by 4. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സീറോ പൊട്ടൻഷ്യൽ ആയിരിക്കും അല്ലെ? അപ്പൊ എന്താണ്? V by 8 ഈക്വൽ ടു 0. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ I is equal to V by R എന്നുള്ളത് വെച്ച് എഴുതാണ്. ഞാൻ ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എക്സ്പ്രഷൻ പറഞ്ഞു തരുന്നത്. V മൈനസ് 5 by 2 പ്ലസ് V പ്ലസ് 3 by 4 പ്ലസ് V by 8 is equal to 0. V എന്നുള്ള നോഡിൽ KCL അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഇങ്ങനെ ചെയ്താൽ മാത്രം മതിയോ? ഇതിന്ന് V കണ്ടുപിടിക്കണ്ടേ? ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഓരോ ടേംസിനെയും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് നമ്മൾ LCM ഒക്കെ ചെയ്യുന്ന അതേ ഒരു മെത്തേഡ് തന്നെയാണ്. സോ നമുക്ക് എന്ത് കിട്ടും? 8 by 2 4 ആണ്. 4V മൈനസ് 20 പ്ലസ് ഇവിടെ 8 by 4 ചെയ്ത് കഴിഞ്ഞാൽ 2 വരും, 2 വോൾട്ട് പ്ലസ് 6 പ്ലസ് V is equal to 0. ഇനി ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വിയുടെ വാല്യൂ കിട്ടും. V is equal to 14 by 7, 2 വോൾട്ട്. V കിട്ടിക്കഴിഞ്ഞാൽ I കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. I is equal to 2 by 8. ലാസ്റ്റ് നമുക്ക് ആൻസർ ഒക്കെ കിട്ടും. ആൻസർ കിട്ടിയിട്ട് ഈ സംഭവം എഴുതിയില്ല എന്ന് വിചാരിക്കുക, നിങ്ങളുടെ മാർക്ക് പോകും.
പ്രോബ്ലത്തില് പ്രത്യേകിച്ച് ടെക്നിക്കൽ പരീക്ഷകൾക്ക് നമ്മൾ ഒരു വാല്യൂ എഴുതുമ്പോൾ അതിന്റെ യൂണിറ്റ് എഴുതുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ മാർക്ക് പോവും, നമുക്ക് മാർക്ക് ആരോടും പോയി ചോദിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ എഴുതുന്ന വാല്യൂ ഇപ്പോൾ 0.2 അല്ലെങ്കിൽ 0.5 അതൊരു നമ്പർ അല്ല, അത് ആംബിയർ ആണോ വോൾട്ട് ആണോ, ഇനി കപ്പാസിറ്റൻസ് ആണെങ്കിൽ കപ്പാസിറ്റൻസ് ആണോ ഹെൻറി ആണോ, എന്താണോ നമ്മൾ എഴുതുന്നത് അത് കൃത്യമായിട്ട് ആ യൂണിറ്റ് എഴുതുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇല്ലെങ്കിൽ നമ്മുടെ മാർക്ക് പോകും. നമ്മൾ എത്ര സമയം എടുത്ത് പ്രോബ്ലം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, യൂണിറ്റ് എഴുതാത്തതിന് മാർക്ക് നഷ്ടപ്പെടുത്താതിരിക്കുക. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Next one, what are the values of delta connected branch resistance RAB, RBC, RCA of the star connected network shown in the figure using star to delta transformation respectively? So നിങ്ങൾക്ക് സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സ്റ്റാറിൽ തന്ന ഡെൽറ്റയിലേക്കും ഡെൽറ്റയിൽ തന്ന സ്റ്റാറിലേക്കും കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് അറിയാം. അപ്പൊ അതിന്റെ എക്സ്പ്രഷൻസ് പഠിച്ചാൽ മതി. അപ്പൊ ഇതിലിപ്പോ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? സ്റ്റാറിന്റെ വാല്യൂസ് R1, R2, R3 വാല്യൂസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇത് എടുത്ത് എഴുതാം. ഇനി RAB, RBC, RCA ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ എക്സ്പ്രഷൻ ചിലപ്പോൾ R1, R3 പ്ലസ് R2, R3 പ്ലസ് R1, R2 ബൈ R3 എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇനി അതല്ല ഇങ്ങനെ വേണമെങ്കിലും എഴുതാം, R1 പ്ലസ് R2 പ്ലസ് R1, R2 ബൈ R3 എന്ന് എഴുതിയാലും കുഴപ്പമില്ല, രണ്ടും സെയിം തന്നെയാണ്. ഇനി RBC എന്ന് പറയുന്നത് R2, R1, R1, R2 പ്ലസ് R1, R3 പ്ലസ് R2, R3 ബൈ R1 എന്നും പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈസി ആയിട്ട് R2 പ്ലസ് R3 പ്ലസ് R2, R3 ബൈ R1 എന്ന് എഴുതിയാലും മതി. ദെൻ RAC is equal to R1, R3 പ്ലസ് R2, R3 പ്ലസ് R1, R2 ഹോൾ ഡിവൈഡഡ് ബൈ R3 എന്നും ആയിരിക്കും ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് R1 പ്ലസ് R2 പ്ലസ് R1, R2 ബൈ R3 എന്ന് എഴുതിയാലും മതി. ഓക്കെ, രണ്ടും സെയിം തന്നെയാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ആ വാല്യൂസ് R1ന്റെ R2ന്റെ വാല്യൂസ് ഇടുക, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ഈസിയാണ്. ഇനി തിരിച്ച് തന്നാലും നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ സ്റ്റാർ ടു ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ്, determine the energy stored in joules by 5 Henry inductor when current flowing through the inductor is 6 ampere. ഇൻഡക്ടറിലുള്ള എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ ആണ് പ്രോബ്ലം ചോദിച്ചിരിക്കുന്നത്. അപ്പോ എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടറിന്റെ എക്സ്പ്രഷൻ എന്താണ്? 1/2 Li² എന്നുള്ളതാണ്. L എന്ന് പറയുന്നത് ഇൻഡക്ടൻസിന്റെ വാല്യൂ ആണ്, I എന്ന് പറയുന്നത് കറണ്ട് ആണ്. രണ്ടും തന്നിട്ടുണ്ട്. സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അവസാനം എഴുതുന്ന വാല്യൂയുടെ കൂടെ അതിന്റെ യൂണിറ്റ് എഴുതാൻ മറക്കരുത്. എനർജി ജൂൾസിലാണ് ആ വാല്യൂ റെപ്രസെന്റ് ചെയ്യുക, എഴുതുക. ഓക്കെ. Next, find the energy stored in capacitor of 12 picofarad which is connected to a battery of 10 volt. Again, capacitor സ്റ്റോർ ചെയ്യുന്ന എനർജി. കപ്പാസിറ്ററിലെ എനർജിയുടെ എക്സ്പ്രഷൻ എന്താണ്? 1/2 CV² ആണ്. C ഇവിടെ തന്നിരിക്കുന്ന പൈക്കോ ഫാരഡിലാണ്. പൈക്കോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻⁻12. മൈക്രോ, നാനോ, പൈക്കോ, ഇതിന്റെ എല്ലാം മെഗാ, അതിന്റെ ഒക്കെ വാല്യൂസ് 10 പവർ എന്താന്നുള്ളത് പഠിച്ചിട്ട് പോകണം, ഇല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. ദെൻ V² ആണ്. V 10 വോൾട്ട് തന്നിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ 10ന്റെ പവറുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ സയന്റിഫിക് കാൽക്കുലേറ്റർ നിങ്ങളുടെ ഉണ്ടാവും, ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമാണ്. ആൻസർ എഴുതി കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കുക, യൂണിറ്റ് എഴുതാൻ മറക്കരുത്. Okay, next question. Calculate the equivalent resistance for the circuit which is connected to 24-volt battery and also find the potential difference across 4 ohm and 6 ohm resistors in the circuit. നമുക്കൊരു സർക്യൂട്ട് തന്നിട്ടുണ്ട്, അവിടെ രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, 24 വോൾട്ട് ബാറ്ററിയാണ്. കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ ഇക്വാലന്റ് റെസിസ്റ്റൻസും കണ്ടുപിടിക്കണം, പിന്നെ ഈ ഓരോ റെസിസ്റ്റേഴ്സിന്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് സീരീസ് ആയിട്ടാണല്ലേ റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? R1 പ്ലസ് R2. അപ്പൊ 4 ohm പ്ലസ് 6 ohm ഈക്വൽ ടു 10 ohm എന്ന് കിട്ടും. ആ പാർട്ട് ഈസിയാണ്. ഇനി ഇതിന്റെ ഓരോന്നിനെയും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ, അതായത് V1, 4 ohmന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ V1, ഇവിടെ 6 ohmലുള്ളത് V2. ഈ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? V is equal to IR ആണ് അല്ലെ? ആറിന്റെ വാല്യൂ നമുക്കറിയാം. സോ ഈ റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ, അല്ലെങ്കിൽ ഈ 6 ohmല് കൂടെ ഈ റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ കിട്ടിയാലല്ലേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഐയുടെ എക്സ്പ്രഷൻ എന്താണ്? I is equal to V/R ആണ്. V എത്രയാണെന്ന് നമുക്കറിയാം. R എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ഇക്വാലന്റ് റെസിസ്റ്റൻസ് ആണ്. സോ 24 divided by 10 that is 2.4 ampere. കറണ്ട് കിട്ടിയില്ലേ? ഇനി V1ന്റെ V2യുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? V is equal to I into R. ഇവിടുത്തെ വാല്യൂ I എത്രയാണ്? 2.4 into 4 ohm. ഫസ്റ്റത്തെ വാല്യൂ കിട്ടി, അടുത്തത് 2.4 into 6 സെക്കൻഡ് വാല്യൂ കിട്ടി. ആൻസർ എഴുതുക, ലാസ്റ്റ് അണ്ടർലൈൻ ചെയ്യുക, യൂണിറ്റ് എഴുതാൻ മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് the equivalent resistance in the following circuit and find the current
I1 I2 in the given circuit. അപ്പൊ ഇവിടെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്, ഇതിൽ ഐയും I1ഉം I2ഉം കണ്ടുപിടിക്കണം. അപ്പൊ നേരത്തെ നമ്മൾ സീരീസ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടിന്റെ ചെയ്തത്, ഇവിടെ പാരലൽ ആയിട്ടുള്ള സർക്യൂട്ട് ആണ്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇക്വാലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. സോ 1/R equivalent is equal to 1/R1 plus 1/R2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. R equivalent you will get 12/5 ohms. വളരെ സിമ്പിൾ ആയതുകൊണ്ട് ഞാൻ ഓരോന്നും ഇതിന്റെ കാൽക്കുലേഷൻ പറയാത്ത, നിങ്ങൾക്ക് അത് ചെയ്യാൻ അറിയാം. ഇനി നമുക്കറിയാം റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ എന്തായിരിക്കും? ഈ റെസിസ്റ്ററിന്റെയും R1ന്റെയും R2ന്റെയും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും, സെയിം ആയിരിക്കും? സെയിം ആയിരിക്കും അല്ലെ? അപ്പോ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും, പക്ഷെ എന്തായിരിക്കും ഡിഫറെന്റ്? കറണ്ട് ഡിഫറെന്റ് ആയിരിക്കും. സീരീസ് ആവുമ്പോൾ സെയിം കറണ്ട് ആയിരിക്കും, പാരലൽ ആവുമ്പോൾ ഡിഫറെന്റ് കറണ്ട് ആയിരിക്കും. അപ്പൊ I1 എങ്ങനെ കണ്ടുപിടിക്കാം? I1 is equal to V/R1. രണ്ടിനും അക്രോസ് സെയിം പൊട്ടൻഷ്യൽ ആണ്. എത്രയാണ്? 24 വോൾട്ട് തന്നെയായിരിക്കും. V/R1 ന്റെ വാല്യൂ ഇവിടെ 6 തന്നിട്ടുണ്ട്. സോ 24/4 ഫസ്റ്റ് ഇത് 24/4 ദാറ്റ് ഈസ് 6 ആംപിയർ. രണ്ടാമത്തെ റെസിസ്റ്ററിനാണെങ്കിൽ 24/6 ദാറ്റ് ഈസ് 4 ആംപിയർ. ഇവിടെ നിർത്തരുത്. I1 I2 മാത്രമല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞത്, എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മുഴുവൻ വായിക്കണം. ഇതിലത്തെ ഈ ഐയുടെ വാല്യൂ കൂടെ കണ്ടുപിടിക്കണം. ഐയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പൊ കിട്ടിയിട്ടുള്ള ഈ ഐ ആണ് എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്? I1 ആയിട്ടും I2 ആയിട്ടും സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത് അല്ലെ? അപ്പൊ ഐ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോട്ടൽ കറന്റ് സർക്യൂട്ട് ദാറ്റ് ഈസ് I1 plus I2 ദാറ്റ് ഈസ് 6 ആംപിയർ plus 4 ആംപിയർ is equal to 10 ആംപിയർ. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. ഓക്കെ, ഇനിയുള്ളത് കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ കിർച്ചോഫ്സ് ലോ. അപ്പൊ കിർച്ചോഫ്സ് ലോ സ്റ്റേറ്റ് ചെയ്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ട് ലോ ഉണ്ട് അല്ലെ, KCL-ഉം KVL-ഉം. അപ്പൊ കൃത്യമായിട്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതുക. KCL-ന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതുക. സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് ഇതുപോലെ ഒരു ഫിഗർ വരയ്ക്കുക. ഫിഗർ വരച്ചതിന് ശേഷം അതിന്റെ എക്സ്പ്രഷൻ exiting plus I entering is equal to 0. അതിനുശേഷം ഇതുപോലൊരു ഫിഗർ വരച്ചിട്ട് I വെച്ചിട്ട് എക്സ്പ്രഷൻ കൂടെ എഴുതി കഴിഞ്ഞാൽ KCL-ന്റെ ആയി. ഓക്കെ, ഇനി KVL ആണ് വരുന്നത്. സോ KVL നമ്മൾ ഇതേപോലെ തന്നെ ഫസ്റ്റ് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതുക. സ്റ്റേറ്റ്മെന്റ് എഴുതി കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു ഫിഗർ വരയ്ക്കുക. ഫിഗർ വരച്ചിട്ട് അതിൽ ആ ഒരു എക്സ്പ്രഷൻ കൂടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിന്റെ മാർക്ക് കിട്ടും. ഓക്കെ, അടുത്തത് കമ്പയർ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്. ഇലക്ട്രിക് സർക്യൂട്ടിന്റെയും മാഗ്നറ്റിക് സർക്യൂട്ടിന്റെയും ഒരു കമ്പാരിസൺ ആണ്. അപ്പൊ ഫസ്റ്റ് എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട് എന്നത്? ദാറ്റ് ഈസ് ഇലക്ട്രിക് സർക്യൂട്ട് ഇസ് എ ക്ലോസ്ഡ് പാത്ത് ത്രൂ വിച്ച് ദ ഇലക്ട്രിക് കറന്റ് ക്യാൻ ഫ്ലോ. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ഇലക്ട്രിക് സർക്യൂട്ടുകൾ ഉള്ളതെന്നുള്ളത് എഴുതാം. പിന്നെ അതിനൊരു ക്ലാസിഫിക്കേഷൻ. നമുക്ക് ഇലക്ട്രിക് സർക്യൂട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് DC സർക്യൂട്ടും ഒന്ന് AC സർക്യൂട്ടും അല്ലെ? അതായത് ഒന്ന് ഡയറക്ട് കറന്റിന്റെയും പിന്നെ ഒന്ന് ഓൾട്ടർനേറ്റിംഗ് കറന്റിന്റെയും. പിന്നെ അത് കൂടാതെ നമ്മൾ അതിലുള്ള സർക്യൂട്ട് എലമെന്റ്സിന്റെ അറേഞ്ച്മെന്റിനെ ബേസ് ചെയ്തിട്ട് എന്താണ് സീരീസ് സർക്യൂട്ട്, പാരലൽ സർക്യൂട്ട്, സീരീസ് പാരലൽ സർക്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതായത് ഇതേപോലെ തന്നെ മാഗ്നറ്റിക് സർക്യൂട്ടിന്റെ, അതായത് മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എഴുതുക. അവിടെ നമുക്ക് വരുന്ന ക്ലാസിഫിക്കേഷൻ സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ട് ഉണ്ട്, പാരലൽ മാഗ്നറ്റിക് സർക്യൂട്ട് ഉണ്ട് എന്നുള്ളതൊക്കെ എഴുതുക. ഇനി ഇത് രണ്ടും എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു വഴിയാണ് ഇതിന്റെ ഒരു കമ്പാരിസൺ, ഒരു ടേബിൾ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഞാനത് കാണിച്ചു തരാം. ഇതുപോലെ അതിന്റെ പാത്തിനെ കുറിച്ചും ഡ്രൈവിംഗ് ഫോഴ്സിനെ കുറിച്ചും അതിലുള്ള ഗവേണിംഗ് ലോസ് ഏതൊക്കെയാണ്, ഡെൻസിറ്റി എന്താണ്, എനർജി റിക്വയർമെന്റ്, എല്ലാ പോയിന്റ്സും നിങ്ങൾ എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുള്ള പോയിന്റ്സ് എങ്കിലും ഇതുപോലെ ഒരു എപ്പോഴും നമ്മൾ കമ്പയർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ടേബിൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ ഈസിയാണ്. ഓക്കെ, നമ്മളിങ്ങനെ കുറെ വലിച്ചുവാരി എഴുതുന്നതിനേക്കാളും ടേബിൾ ആയിട്ട് കമ്പാരിസൺ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ടേബിൾ ആയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഈസിയാണ്. Next one, state Ohm's law and list out the disadvantages of Ohm's law. അപ്പോൾ Ohm's lawയുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതുക, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻസ് എഴുതാം. പിന്നെ ഈ Ohm's lawയുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, Ohm's law നമുക്ക് അറിയാം, നമ്മൾ എല്ലാ സർക്യൂട്ടിൽ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ Ohm's lawയുടെ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. പക്ഷേ ഈ Ohm's law ചില ഭാഗത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് ഈ ഡിസഡ്വാൻറ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതെന്തൊക്കെയാന്ന് നോക്കാം. അതായത് ഈ ഓംസ് ലോ എന്ന് പറയുന്നത് യൂണിലാറ്ററൽ ഇലക്ട്രിക്കൽ എലമെന്റ്സ് വരുന്നതിലൊക്കെ നമുക്ക് അങ്ങനെയുള്ള സർക്യൂട്ടിൽ ഓംസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോ ഡയോഡ്, ട്രാൻസിസ്റ്റർ, അതിലൊക്കെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് യൂണിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ ത്രൂ വൺ ഡയറക്ഷൻ മാത്രം വരുന്നതിൽ ഓംസ് ലോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ നോൺ ഓമിക് കണ്ടക്ടേഴ്സ് ഒക്കെ വരുന്നതിൽ നമുക്ക് ഓംസ് ലോ ആപ്ലിക്കബിൾ അല്ല. നോൺ ലീനിയർ ഇലക്ട്രിക് എലമെന്റ്സ് വരുന്ന സർക്യൂട്ട്സിൽ നമുക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതൊക്കെയാണ് ഓംസ് ലോയുടെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഡിസഡ്വാൻറ്റേജ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ഇത്രയാണ് നമ്മളിപ്പോ ഈ ഒരു മോഡ്യൂൾ 1-ൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മൾ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് കണ്ടു. തിയറി ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് മോഡ്യൂളിന്റെ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.